ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. കുട്ടനാടിൽ വിളവെടുക്കുന്ന നെല്ലിന്റെ സംഭരണത്തിനും അരിയാക്കി മാറ്റാനുമായി നിർമ്മാണം ആരംഭിച്ച മോഡേൺ റൈസ് മിൽ ഒരു ദിവസം പോലും പ്രവർത്തിക്കാതെ പൂർണ്ണമായും നശിച്ചു. 2 പതിറ്റാണ്ട് മുൻപ് ഉദ്ഘാടനം ചെയ്ത തകഴി മോഡേൺ റൈസ് മില്ലിന്റെ കെട്ടിടമടക്കം നശിച്ചു. സർക്കാർ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ പൊടിച്ച മില്ലാണ് ഇങ്ങനെ പൂർണ്ണമായും തകർന്നത്. കുട്ടനാട്ടിലെ കർഷകരെ സ്വകാര്യ മില്ലുടമകളുടെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മില്ലിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കെട്ടിടങ്ങൾക്കും യന്ത്രങ്ങൾക്കുമായി 54.25 ലക്ഷം രൂപയാണ് അന്ന് സർക്കാർ ചെലവഴിച്ചത്. നിരവധി തൊഴിലവസരങ്ങൾ ഇതിലൂടെ ഉണ്ടാകുമെന്ന പ്രചാരണവും ഉണ്ടായി. ആലുവയിലും പെരുമ്പാവൂരിലും പ്രവർത്തിക്കുന്ന വൻകിട അരിമില്ലുടമകൾ ഒത്തുകളിച്ച് പദ്ധതി അട്ടിമറിച്ചതാണെന്ന് കർഷകർ ആരോപിക്കുന്നു. ഇവിടെ വന്ന മിഷനറി സാധനങ്ങളെ ട്രാൻസ്ഫോമറുകളെ ഇതെല്ലാം ഇവിടെ വന്നിറങ്ങിയത് ഞാനും കണ്ട്, ഇവിടുത്തെ കൃഷിക്കാർ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ വെയർഹൗസിൽ ജോലി ചെയ്ത് ജോലിക്കാരും കണ്ടിട്ടുണ്ട്. ഈ മിഷൻ വേഗം അപ്രതീക്ഷിതമായത്. ഇത് ഭരണപക്ഷവും മറ്റുള്ള ആൾക്കാർ ഇവിടുന്ന് അടിച്ച് മറ്റ് പ്രൈവറ്റ് മില്ലുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം ഈ മില്ലിവിടെ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് മില്ലുകാർ കൃഷിക്കാരുടെ ചൂഷണത്തിൽ നിന്ന് അവർ ബുദ്ധിമുട്ടായ രീതി മുന്നോട്ട് പോകുക എന്നുള്ള ഇതാണ് അവർ ചെയ്തിരിക്കുന്നത്. മില്ലിൻ്റെ കെട്ടിടം പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഭിത്തികളിൽ മരങ്ങൾ വളർന്നു. 2000-ൽ നായനാർ സർക്കാരിൻ്റെ കാലത്താണ് ഈ മില്ലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തകഴിയിലെ റൈസ് മില്ലിൻ്റെ പ്രധാന സവിശേഷത കരയിലൂടെയും വെള്ളത്തിലൂടെയും റെയിൽ മാർഗത്തിലൂടെയും ഇവിടേക്ക് നെല്ലെത്തിക്കാൻ കഴിയും എന്നതായിരുന്നു. വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തൂക്കക്കുറവിൻ്റെ പേരിലും മറ്റാവശ്യങ്ങൾക്കും കർഷകരെ ഇപ്പോഴും സ്വകാര്യ മില്ലുടമകൾ ചൂഷണം ചെയ്യുന്നത് തുടരുകയാണ്. 100 കിലോ നെല്ലിന് 68 കിലോ അരി തിരികെ നൽകാനാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മില്ലുടമകളും തമ്മിലുള്ള കരാർ. തകഴി റൈസ് മിൽ സ്ഥാപിച്ചാൽ കോർപ്പറേഷന് നേരിട്ട് നെല്ല് അരിയാക്കി മാറ്റാമായിരുന്നു. ഇതോടെ നെൽവിലയ്ക്കായി കാത്തിരിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. നികുതി പണം ചെലവഴിച്ച് നിർമ്മിച്ച ഈ മില്ലിൻ്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരുന്ന യന്ത്രങ്ങളടക്കം എങ്ങോട്ട് കൊണ്ടുപോയി എന്നതിനും കൃത്യമായ മറുപടികളുമില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ.